വാർത്തകളും നോട്ടിഫിക്കേഷനും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കും. പാലക്കാട് മമ്പറത്ത് RSS പ്രവർത്തകനെ വെട്ടിക്കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതികളെ ഇനിയും പിടികൂടാനാവാതെ പോലീസ്. കൊലപാതകം കഴിഞ്ഞ 2 ദിവസം പിന്നിട്ടിട്ടും പ്രതികളെ പിടികൂടാത്ത പോലീസ് നടപടിയിൽ BJP വലിയ രീതിയിൽ പ്രതിഷേധവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. അതേസമയം പ്രതികളെ പിടികൂടാനുള്ള നീക്കം ഊർജിതമാക്കുകയാണ് പോലീസ്. സഞ്ജിത്ത് കൊല്ലപ്പെട്ട കേസിലെ ഒരു പ്രതിയുടെ രേഖാചിത്രം പോലീസ് തയ്യാറാക്കിയിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ. സഞ്ജിത്തിന്റെ ഭാര്യയുടെ സഹായത്തോടെയാണ് പോലീസ് പ്രതികളിൽ ഒരാളുടെ രേഖാചിത്രം തയ്യാറാക്കിയിരിക്കുന്നത്. എന്നാൽ രേഖാചിത്രം പോലീസ് പുറത്തുവിട്ടിട്ടില്ല. സഞ്ജിത്തിനെ വെട്ടിക്കൊലപ്പെടുത്തുന്ന സമയത്ത് ഭാര്യയാണ് കൂടെ ഉണ്ടായിരുന്നത്. ഭാര്യയുമായി ബൈക്കിൽ പോകവെയായിരുന്നു തിങ്കളാഴ്ച രാവിലെ 9 മണിയോടെ കാറിലെത്തിയ സംഘം സഞ്ജിത്തിനെ വെട്ടിക്കൊലപ്പെടുത്തിയത്. കാറിലെത്തിയ സംഘത്തെ കണ്ടാൽ തിരിച്ചറിയുമെന്ന് ഇന്നലെ തന്നെ സഞ്ജിത്തിന്റെ ഭാര്യ അർഷിക മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. ബൈക്കിൽ കാറിടിച്ചു വീഴ്ത്തിയതിന് പിന്നാലെയാണ് വെട്ടിയതെന്നും സഞ്ജിത്തിനൊപ്പം ഉണ്ടായിരുന്ന ഭാര്യ അർഷിക പറഞ്ഞിരുന്നു. ആളൊഴിഞ്ഞ സ്ഥലത്തായിരുന്നു ആക്രമണം. തടയാൻ നോക്കിയെങ്കിലും ഒന്നും ചെയ്യാനായില്ല എന്നാണ് അർഷിക മാധ്യമങ്ങൾക്ക് മുമ്പാകെ പറഞ്ഞത്. അക്രമികൾ സഞ്ചരിച്ച കാറിന്റെ വിവരങ്ങളും പോലീസ് പുറത്തുവിടും. IG അശോക് യാദവിന്റെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിലാണ് പ്രതികളുടെ രേഖാചിത്രവും കാറിന്റെ വിവരങ്ങളും പുറത്തുവിടാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഒരു വെളുത്ത ഓൾട്ടോ 800 മോഡൽ കാറിലാണ് പ്രതികൾ വന്നിരിക്കുന്നത് എന്ന കാര്യം സഞ്ജിത്തിന്റെ ഭാര്യ ഇന്നലെ വ്യക്തമാക്കിയിരുന്നു. അതേസമയം തമിഴ്നാട്ടിലെ SDPI ശക്തി കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ചും പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. കോയമ്പത്തൂരിലെ ഉക്കടം, കരിമ്പുകട, പൊള്ളാച്ചി എന്നിവിടങ്ങളിൽ നിന്നുള്ള സംഘം കൊലപാതകത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നാണ് അന്വേഷണ സംഘം പരിശോധിക്കുന്നത്. അതേസമയം പെരുമ്പ് വരെയുള്ള സ്ഥലങ്ങളിലെ CCTV ദൃശ്യങ്ങൾ ശേഖരിച്ചെങ്കിലും കൊലയാളികളെത്തിയ കാർ കണ്ടെത്താൻ ഇതുവരെ പോലീസിനായിട്ടില്ല. ഒരു വാഹനം എറണാകുളം ഭാഗത്തേക്കാണ് കടന്നതെന്നും സ്ഥിരീകരിച്ചിട്ടുണ്ട്. സഞ്ജിത്തിനോട് മുൻ വൈരാഗ്യമുള്ളവരെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം നടക്കുന്നത്. അക്രമി സംഘത്തിന് സഹായം ചെയ്തതായി സംശയമുള്ള 3 പേരെ കൂടി ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിട്ടുണ്ട്. ഇന്നലെ 3 പേരെ ചോദ്യം ചെയ്ത് വിട്ടയച്ചിരുന്നു. ഇവർക്ക് കേസുമായി യാതൊരു ബന്ധവുമില്ലെന്ന് പോലീസ് പറഞ്ഞിരുന്നു. കഴിഞ്ഞ ദിവസം കണ്ണന്നൂരിൽ നിന്ന് കണ്ടെടുത്ത വാളുകളിലുണ്ടായിരുന്ന രക്തക്കറ സഞ്ജിത്തിന്റേതാണോ എന്നറിയാൻ രാസപരിശോധനാ ഫലത്തിനായി അന്വേഷണ സംഘം കാത്തിരിക്കുകയാണ്. കൊല നടന്ന സ്ഥലം, ആയുധം ഉപേക്ഷിച്ച ഇടം എന്നിവ പരിശോധിക്കുമ്പോൾ സഞ്ജിത്തിനെ വകവരുത്താൻ ഉപയോഗിച്ച വാളുകളാണ് എന്ന് തന്നെയാണ് നിഗമനം. മറ്റു ജില്ലകളിലും സമാന രീതിയിൽ കൊലപാതകം നടത്തിയതിന് പിടിയിലായ ചിലരും പോലീസിന്റെ നിരീക്ഷണത്തിലാണ്. 8 സംഘമായി തിരിഞ്ഞുള്ള അന്വേഷണത്തിന്റെ ഓരോ ദിവസത്തെയും പുരോഗതി തൃശൂർ റേഞ്ച് IG വിലയിരുത്തുന്നുണ്ട്. രാത്രിയോടെ കൊലപാതകളെ കുറിച്ച് വ്യക്തമായ സൂചനകളിലേക്ക് എത്താൻ കഴിയുമെന്നാണ് പോലീസിന്റെ നിഗമനം. അതേസമയം പട്ടാപ്പകൽ നടന്ന കൊലപാതകത്തിൽ 2 ദിവസം കഴിഞ്ഞിട്ടും പ്രതികളെ പിടികൂടാത്തതിൽ സഞ്ജിത്തിന്റെ കുടുംബത്തിന്റെ ഭാഗത്ത് നിന്നും BJPയുടെ ഭാഗത്ത് നിന്നും വിമർശനം ശക്തമായിട്ടുണ്ട്. കൊലപാതകം ആസൂത്രണം ചെയ്തത് സംബന്ധിച്ച ഇന്റലിജന്റ് റിപ്പോർട്ട് ഉണ്ടായിരുന്നു എന്നും കൊലയാളികളെ കുറിച്ച് വ്യക്തമായ ധാരണ പോലീസിന് ഉണ്ടെന്നും BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ ആരോപിച്ചു. NIA അന്വേഷണമെന്ന ആവശ്യത്തിന് പിന്നാലെ സഞ്ജിത്തിന്റെ ബന്ധുക്കളെ പങ്കെടുപ്പിച്ച പ്രത്യക്ഷ സമരത്തിനും BJP നേതൃത്വം ആലോചിക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.